മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി വൈക്കത്തെ സത്യാഗ്രഹ ശതാബ്ദി പ്രമാണിച്ചുള്ള യോഗത്തിലേക്കായിരിക്കും ഇരുവരും നീങ്ങുന്നത്. രണ്ടുപേരും അടുത്തടുത്ത മുറിക്കാണ് താമസിച്ചത്. ലേക്ക് റിസോർട്ടിലായിരുന്നു ആലപ്പുഴയിൽ താമസിച്ചത്. മനീഷ് മഹിവാൽ എന്ന ലേക്ക് റിസോർട്ടിൽ നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, ഇനിയിപ്പം രണ്ട് മുഖ്യമന്ത്രിമാരും എങ്ങോട്ടാണ് യാത്ര? SKN രണ്ട് മുഖ്യമന്ത്രിമാരും ഇപ്പോൾ കുമരകത്തെ ലേക്ക് റിസോർട്ടിൽ നിന്ന് ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ കാറിൽ പുറപ്പെടുകയാണ്. രണ്ടുപേരും രണ്ട് വാഹനത്തിലാണ് പുറപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ ആദ്യം തമിഴ്നാട്ടിൽ വൈക്കത്തേക്ക് പുറപ്പെട്ടു. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ദുരൈമുരുകനും ഒപ്പം തന്നെ എം കെ സ്റ്റാലിനും കൂടി വൈക്കത്ത് ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. വലിയ സുരക്ഷ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടുത്ത വാഹനത്തിലാണ് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇരുവരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഈ മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായില്ല എന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന മന്ത്രി VN വാസവൻ നമ്മളോട് പറഞ്ഞത്. ഇന്നത്തെ പരിപാടി വിഷയങ്ങളാണ് നിലവിൽ ചർച്ചയായിട്ടുള്ളത്. പക്ഷേ ഇരുവരും തമ്മിൽ ഇനിയും വേദി ഒരുമിച്ച് പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കില്ല എന്ന സൂചന കൂടിയുണ്ട്. അവർ ഒരുമിച്ച് ഇന്നലെ രാത്രി 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കുമരകത്തെ ലേക്ക് റിസോർട്ടിൽ എത്തിയിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചു. അടുത്തടുത്ത മുറികളിലാണ് രണ്ട് മുഖ്യമന്ത്രിമാരും താമസിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സ്റ്റാലിൻ ഇവിടെ കുമരകത്ത് എത്തിയത്. പിന്നെ അദ്ദേഹം കായൽ ടൂറിസം മേഖലയിൽ ഹൗസ് ബോട്ടിൽ ഉല്ലാസയാത്ര നടത്തി. 6 മണിയോടുകൂടി വൈകുന്നേരത്തെ സായാഹ്ന നടത്തം കൂടി നടത്തിയ ശേഷം 6 മണിയോടുകൂടി കുമരകത്തെ റിസോർട്ടിലെത്തി. മുഖ്യമന്ത്രി പക്ഷേ 9:30 ഇരുവരും തമ്മിൽ രാത്രി കൂടിക്കാഴ്ച നടത്തിയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. പക്ഷേ അടുത്തടുത്ത മുറികളായതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇരുവരും തമ്മിൽ പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ടാകാം. പല നയപരമായിട്ടുള്ള കാര്യങ്ങളും മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സർക്കാർ അത് ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള ചർച്ചയോ തീരുമാനങ്ങളോ ഒക്കെ ഉണ്ടായതായി എന്താണെങ്കിലും പറയുന്നില്ല. പക്ഷേ ഇത് ചരിത്രമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയും സ്റ്റാലിനും തമ്മിൽ ഇവിടെ വെച്ച് തന്നെ ഒരേ വേദി പങ്കിട്ടിരുന്നു. വൈക്കത്ത് സത്യാഗ്രഹ ഭൂമിയിൽ വെച്ചായിരുന്നു വേദി പങ്കിട്ടിരുന്നത്. ഇപ്പോഴും അതേ വേദിയിലേക്ക് പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിന്റെ രണ്ട് മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനും VN വാസവനും മുഖ്യമന്ത്രിയും പിണറായി വിജയനും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 3 മന്ത്രിമാർ കൂടി എത്തുന്നുണ്ട്. തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇരു സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ കുമരകം, വൈക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ അതീവ സുരക്ഷ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മുഖ്യമന്ത്രിമാർ കൂടി എത്തുന്നത് കൊണ്ട് അതീവ സുരക്ഷയാണ്. കരയും കായൽ പ്രദേശങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളും അത്രത്തോളം സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇരുവരും ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് വൈക്കത്ത് വലിയ കവലയിലേക്കാണ്. അവിടെയാണ് പെരിയാർ സ്മാരകം ഉദ്ഘാടനവും പിന്നെ അതിനുശേഷം വൈക്കം ബീച്ചിലാണ് പൊതുസമ്മേളനവും നടക്കുക. അവിടെ വെച്ച് ഇവർ രണ്ട് മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് വേദി പങ്കിടുന്നു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലെ 2 മുഖ്യമന്ത്രിമാർ ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, മണിക്കൂറുകൾ സംസാരിക്കുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അതിന്റെ വിഷയം എന്താണ്, പൊരുൾ എന്താണെന്നുള്ള കാര്യമാണ് ഇനി അടുത്തതായി അറിയേണ്ടത്. എന്താണെങ്കിലും മുല്ലപ്പെരിയാർ നിലവിൽ ചർച്ചയായിട്ടില്ല എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.